സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് രൂക്ഷമായതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടുത്തെ ഫയൽ നീക്കം എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഏകദേശം 25,000-ന് മുകളിൽ ഫയൽ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുന്നത്. ഫയൽ നീക്കം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. VCയുടെ ഒപ്പിനായി കാത്തു നിൽക്കുന്നത് 2,500-ലധികം സർട്ടിഫിക്കറ്റുകളാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് VC ഒപ്പിടാൻ മാത്രം ഇവിടെ കാത്തു നിൽക്കുന്നത് 2,500-ലധികം ഫയലുകൾ. ഒരുപക്ഷെ അത് 5,000-ലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് അതത് സെക്ഷനുകളാണ്. അപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന സെക്ഷനുകളിൽ തന്നെ ആ ഫയലുകൾ വെക്കാനുള്ള നിർദ്ദേശം VC നൽകിയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതായത് മറ്റാർക്കും കൈമാറാതെ അതേ സെക്ഷനിലേക്ക് തന്നെ വെക്കുക എന്ന നിർദ്ദേശമാണ്. ഒരു ദിവസം 25,000-ലധികം ഫയൽ കൈകാര്യം ചെയ്യുമ്പോൾ അതേ ഫയലുകൾ അതേ സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിരവധി അക്കാദമിക് കോഴ്സുകൾ അംഗീകരിക്കാനുള്ള ഫയലുകൾ ഈ കൂട്ടത്തിൽ കെട്ടിക്കിടക്കുന്ന കൂട്ടത്തിലുണ്ട്. കൂടാതെ തന്നെ അധ്യാപകരുടെ CAS കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം പ്രൊമോഷൻ ഫയലുകളൊക്കെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. സർവകലാശാലയിൽ അധിക ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷയടക്കം ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫയലുകൾ ഉൾപ്പെടെ VCയുടെ പിടിവാശി കാരണം കെട്ടിക്കിടക്കുന്നു. അതായത് രജിസ്ട്രാർഡും VCയുടെയും ഒക്കെ പിടിവാശി കാരണമാണ് ഇത്തരത്തിൽ ഫയലുകൾ ഇവിടെ ഓരോ സെക്ഷനിലും കെട്ടിക്കിടക്കുന്നതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, കുറേ ദിവസങ്ങളായി യൂണിവേഴ്സിറ്റിയിൽ VC രജിസ്ട്രാർ പോര് മുറുകയാണ്. ആ പോര് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രാർ അയക്കുന്ന ഫയലുകളിൽ VC ഒപ്പിടാറില്ല, തിരിച്ചയക്കുന്നു. പകരം VC നിയമിച്ച രജിസ്ട്രാർ അയക്കുന്ന മിനി കാപ്പൻ അയക്കുന്ന ഫയലുകളിൽ ഒപ്പിട്ട് അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതേസമയം തന്നെ രജിസ്ട്രാർ അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ ഒന്നും തന്നെ ഒപ്പിടാതെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ VC രജിസ്ട്രാർ പോര് ശക്തമായി തന്നെ തുടരുകയാണ്. ഒരു ദിവസം 25,000-ലധികം ഫയൽ കൈകാര്യം ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഈ ഫയലുകൾ മുഴുവൻ നിശ്ചലമായ അവസ്ഥയിലാണ്. സ്തംഭനമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ VC ഒപ്പിടാൻ ഇവിടെ കെട്ടിക്കിടക്കുന്നത് 2,000-ലേറെ സർട്ടിഫിക്കറ്റുകളും ഫയലുകളും ആണ് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ പ്രതിഷേധം ഇന്നും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. UDFന്റെ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നത്. വിൻസെൻ്റ് ആണ് ആ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി എത്രയും വേഗം ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ജനരോഷം സർക്കാരിനെതിരായ ആളിക്കത്തുന്ന ഒരു സന്ദർഭത്തിൽ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്ത ഒരു വിഷയം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരസ്പര ധാരണയോടുകൂടി നടത്തുന്ന ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ചുകൊണ്ട് കേരള സർവകലാശാലയിലെ സുഗമമായിട്ടുള്ള ഭരണം നടക്കുന്നതിനും ഈ ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിനും മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സർവകലാശാലയിലെ UDFന്റെ സെനറ്റ് മെമ്പർമാർ ഈ സത്യാഗ്രഹവുമായി കടന്നു വന്നിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടയിലും ഭരണസ്തംഭനത്തിൽ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം. ഫയൽ നീക്കത്തിൽ ഇനിയെങ്കിലും അനുകൂല നിലപാടുണ്ടെങ്കിൽ പല കുട്ടികളുടെയും ഭാവി തന്നെ അവതാളത്തിലാകും. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.